ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് 2-3 ദിവസം നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വിരുന്ന് പോയ വിശേഷങ്ങളും അതുപോലെ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞ് ഒരു ദിവസം വീട്ടിൽ വിരുന്ന് നിന്നിട്ട് പിറ്റേന്ന് നമ്മൾ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പം നേരെ കാണുന്നത് കക്കാടംപൊയിൽ റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ മേമാൻ്റെ വീട് വരുന്നത് കൂമ്പാറയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓട്ടോ വിളിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പം റേഞ്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു ഹൈ റേഞ്ച് സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ മേമാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ബാങ്കൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ മേമാൻ്റെ വക ആദ്യം തന്നെ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായക്ക് എരിവുള്ള ബിസ്ക്കറ്റും മധുരമുള്ള ബിസ്ക്കറ്റും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം മേമ വിചാരിച്ചത് ബിരിയാണി ഉണ്ടാക്കി തരാമെന്നാണ് കേട്ടോ. ചിക്കൻ്റെ കട ഇവിടെ നേരത്തെ ക്ലോസ് ചെയ്യും കേട്ടോ. നമ്മളെ നാട്ടിലത്തെ പോലെ രാത്രി വരെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചിക്കൻ കിട്ടാത്തത് കൊണ്ട് തന്നെ തലേന്ന് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മസാലയ്ക്ക് തേച്ചിങ്ങാണ്ട് പൊരിച്ചിട്ടുണ്ട്. കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറും അതുപോലെ ബീഫിൻ്റെ കറിയും ഉണ്ടാക്കി ബീഫ് വരട്ടുകയും ചെയ്തിട്ടുണ്ട്. മക്കളെല്ലാവരും കസിൻസ് എല്ലാവരും ഉണ്ട്. അവരൊക്കെ ഭയങ്കര ഫോണിൽ കളിയാണ് കേട്ടോ. അങ്ങനെ രാത്രി ആയപ്പോൾ രാത്രിയത്തെ നെയ്ച്ചോറും അതുപോലെ ഫുഡൊക്കെ കഴിച്ചു. പിറ്റേന്ന് രാവിലെ എണീറ്റ് വന്ന പാടെ മേമുണ്ട് കേട്ടോ. മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ മേമ നല്ല പഴുത്ത മുട്ടപ്പായ ഉണ്ടല്ലോ അത് എടുത്തിരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചാമ്പക്ക അതുപോലെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ പോകുന്ന സമയത്ത് റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല രസമാണ്. എല്ലാവരുമായിട്ട് നല്ല മിങ്കിൾ ചെയ്ത് സംസാരങ്ങളൊക്കെ സംസാരിച്ച് നല്ല കോടൊക്കെ ഇറങ്ങുന്നതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നല്ലപോലെ കോട ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് നേരെ മുന്നിൽ കാണുന്നത് കക്കാടംപൊയിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ KSRTC ബസ്സൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കട്ടൻ ചായയും അതുപോലെ ഒരു കേക്കും കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ കസിൻസിനും ആങ്ങളാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്കാണ് കേട്ടോ വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിൽ പോകും കേട്ടോ. അങ്ങനെ പുട്ടും അതുപോലെ ബീഫ് വരട്ടിയതായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ ബസ്സും കയറിയിട്ടാണ് കേട്ടോ ഇന്ന് പോകുന്നത്. ബസ്സിലാകുമ്പോൾ തന്നെ അത്യാവശ്യം തോനെ പോകാനുണ്ട് കേട്ടോ. നേരിട്ടൊരു ബസ് കയറിയാൽ മതി. അപ്പം നമ്മളെ വീട്ടിലെത്തും കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ രാവിലെ ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പാൻ്റെ വക പഴംപൊരിയും അതുപോലെ ബോണ്ടയും ചായയൊക്കെ ഉണ്ട് കേട്ടോ. ചായയിലാണെങ്കിൽ തീരെ ഇവിടെ പൊടി ഇടില്ല കേട്ടോ. അതാണ് ഈ ഒരു കളറ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മളെ വീട്ടിൽ പോകുന്നു കേട്ടോ. വീട്ടിൽ പോകുന്ന ഒരു കല്യാണമൊക്കെ കൂടിയിട്ട് നേരെ ബിസ്ട്രി പോയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇടവണ്ണപ്പാറയുള്ള ബിസ്ട്രിക്കാണ് വന്നത്. കുറേ സ്കൂളിലേക്കുള്ള ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. അല്ലറ ചില്ലറ എല്ലാ ഷോപ്പിങ്ങും നടത്തി കേട്ടോ. അത് കഴിഞ്ഞ് പോരുന്ന വഴിക്ക് ഒരു ഡ്രിങ്കും വാങ്ങിയിട്ട് കുടിച്ചേ. പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ്. പെരുന്നാൾ കഴിഞ്ഞ് 2-3 ദിവസം വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ അതിനൊക്കെ ഓരോ കട്ടിങ് ആയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചപ്പാത്തി കുഴച്ച് കണ്ട് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. പരുത്തുകയെന്ന് വെച്ചാൽ പ്രസ്സിൽ നമ്മൾ പരത്തുന്നുണ്ട് കേട്ടോ. ഞാനധികം ചപ്പാത്തി പ്രസ്സിലാണ് പരത്താറുള്ളത്. അങ്ങനെ ഓരോന്നായിട്ട് ചപ്പാത്തി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാന് നല്ലപോലെ ചൂടായപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസം നമ്മൾ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നേ. കാരണം ഇവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ മോട്ടറും വെള്ളം ഒക്കെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മോട്ടർ നന്നാക്കാൻ കൊടുത്തിട്ടുള്ളൂ, അത് റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. അങ്ങനെ ചപ്പാത്തി ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസ് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ചപ്പാത്തി ചൂടലൊക്കെ ആയിട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അത് നമ്മൾ പിടിച്ച് വെച്ചത് കുറച്ചേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അലക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വെള്ളം ഒന്നും കൂടി ടാങ്കിൽ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേറെ പൈപ്പിൽ നിന്ന് കുത്തിങ്ങാണ്ടാണ് കേട്ടോ കണക്ഷൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളത് മാത്രം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലാത്തത് വെള്ളം വന്നിട്ട് വേണം പുറത്തുനിന്ന് അലക്കാൻ വേണ്ടിയിട്ട്. കാരണം പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റുന്നതൊക്കെ മെഷീനിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ മുട്ടായപ്പം ഉണ്ടായിരുന്നു. പിന്നെ കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് മുട്ടായപ്പം കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് മുറ്റടിക്കാൻ വേണ്ടി വന്നത്. മദ്രസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സാവധാനം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയാൽ മതി.
എന്നാലും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. മുറ്റത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അധികം ചമ്മലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബാക്ക് ഭാഗത്ത് നമുക്ക് ആപ്പിൾ ചാമ്പക്കൻ്റെ ഒരു മരം വരുന്നുണ്ട്. ഇതിൽ നിറച്ചും കായ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇല നല്ല പോലെ കൊയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ അടിച്ചാരി എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എങ്ങനെയൊക്കെ അടിച്ചു വാരി സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ പൂച്ചയൊക്കെ കയറിയിട്ടുണ്ട് നമ്മളെ കൊലായിൽ. അപ്പോൾ ഇതാ വേഗം തന്നെ തുടച്ചെടുക്കുകയാണ്, അടിച്ചു വരാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് പിന്നെ ഇതാ ഷൂവിൻ്റെ റാക്ക് വെള്ളം വെക്കുന്ന കൊടുത്തായിരുന്നേ, അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തുടക്കാൻ നിന്നേ വേഗം ഞാൻ അടിച്ചു വരാതെ വേഗം തുടച്ചെടുക്കുകയാണ്. ഒരു 2-3 പ്രാവശ്യം തന്നെ തുടച്ചെടുക്കുന്നുണ്ട്, കാരണം പൂച്ച നല്ല പോലെ കയറി നെരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ മാതിരി അപ്പോൾ ചെറിയ ഇങ്ങനെ പറഞ്ഞു പൂച്ചേൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം ഒന്ന് 2-3 പ്രാവശ്യം ഡെറ്റോളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കേക്ക് കേട്ടോ. പിന്നെ മോളെ ഞാൻ അങ്കലവാടിയിലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ മോൻ്റെ സ്കൂളിൽ ഇതാ പ്രവേശനോത്സവവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടേക്കൊന്ന് പോയിട്ട് പിന്നെയാണ് കേട്ടോ വേഗം വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ പോകുന്നതിന് മുമ്പ് തന്നെ ബെഡ്ഷീറ്റൊക്കെ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം കൂടി നമ്മൾ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇന്ന് അലക്കാൻ കഴിയോ ഇല്ലെന്നൊന്നും അറിയില്ല, കാരണം വെള്ളം വന്നാൽ നമുക്ക് അലക്കാൻ സുഖമായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയ ഡ്രസ്സൊക്കെ ഒന്ന് വെയിലത്തിടുന്നുണ്ട്. ഇവിടെ മോനിക്ക് ഞാൻ പുതിയ ബാഗൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ബാഗ് തന്നെ ഒന്നും ആയിട്ടില്ല. കാരണം അവനക്ക് 2 ബാഗുണ്ട്, ഒന്ന് മദ്രസക്കും സ്കൂൾക്കും. മദ്രസത്തെ ബാഗാണ് ഏറ്റവും കൂടുതൽ അവന് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവനക്ക് പിന്നെ സ്കൂളിലേക്ക് പുതിയ ബാഗ് വാങ്ങേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള കുടയും ബുക്കും പിന്നെ അല്ലാത്ത അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒക്കെ ഒന്ന് അലക്കിയത് വെയിലത്തിട്ടിട്ടുണ്ട്. പിന്നെ നേരെ വന്നിട്ട് നമ്മൾ ബീഫ് വെക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ബീഫ് വരട്ടി വെക്കണം. അതുപോലെ പൂളുണ്ടായിരുന്നേ, അപ്പോൾ പൂളും ബീഫും കൂടി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചത് നാത്തും കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ എവിടെ നിന്നാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. അങ്ങനെ ഇതാ ഞാൻ വലിയുള്ളിയും അതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മൾ കേക്ക് വെച്ചിട്ടുള്ള ബീഫും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ചേർത്ത് മസാലയൊക്കെ കൂട്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അടുപ്പത്ത് നിന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയിൽ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ബീഫ് അങ്ങോട്ട് വറവിട്ടെടുത്തു കേട്ടോ. ഇനി ഇതിലൊരിത്തിരി വെള്ളം കൂടി വറ്റാനുള്ളൂ. ബീഫൊക്കെ നല്ല പോലെ വെന്ത് നിന്നിട്ടുണ്ട്. പിന്നെ പൂള ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതും ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിലും എനിക്ക് കപ്പ ബിരിയാണി നമ്മൾ പൂളയും ബീഫൊക്കെ ഇട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കപ്പ ബിരിയാണി എന്നാണല്ലോ പറയുക. അപ്പോൾ ഇതാ ഞാൻ പൂളയൊക്കെ നല്ല പോലെ ഒടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നാടൻ പൂള തന്നെയാണ്. പൂളയിലേക്ക് ഞാൻ നേരത്തെ വെന്തിട്ടുള്ള എല്ലും അതുപോലെ പതിരും അങ്ങനത്തെ സംഭവങ്ങൾ കുറച്ച് ഗ്രേവിയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടാൽ നമ്മളെ ഈ ഒരു പൂള റെഡി ആവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.